വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമ്മുടെ ക്രിസ്മസിൻ്റെ പ്ലം കേക്കിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളതും സോക്ക് ചെയ്യേണ്ടതെന്നുള്ളതും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ നേരം കുറച്ച് ചിലവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഇവിടുന്ന് തന്നെ അളന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും. വീട്ടിൽ ചെന്നപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇനിയും അളക്കേണ്ടതൊന്നും ആവശ്യം വരില്ല. ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഡ്രൈ ഫ്രൂട്ട്സ് കടയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മാത്രം വാങ്ങിച്ചാൽ മതി. ഇരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് മുന്നേയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കില്ല, മിക്സഡ് ബെറീസ് ഒക്കെ ആയിരിക്കും. അതിന് നല്ല കോസ്റ്റ്ലിയും ആയിരിക്കും, നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലും ആയിരിക്കില്ല കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ 1-2 കടയിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരിടത്ത് തന്നെ കാണും. കേക്കിൽ യൂസ് ചെയ്യാനുള്ള നട്ട്സും ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിക്കുവാണ്. പക്ഷേ നമ്മളിതിപ്പോൾ സോക്ക് ചെയ്യില്ല. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ആൽക്കഹോളിൽ കിടന്നങ്ങ് സോഗിയായി പോകും. അതുപോലെ തന്നെ ബെറീസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ ക്രാൻബെറിയും ബ്ലൂബെറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെ മിക്സ്ഡ് ബെറീസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചിലവും കുറവായിരിക്കും. ഒരു 100 ഗ്രാം മിക്സ്ഡ് ബെറീസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ആദ്യം സോക്ക് ചെയ്തിട്ടാണ് പിന്നീട് കേക്കിൽ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം വരെയും സോക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു വർഷം വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കഹോളിലായിരിക്കും സോക്ക് ചെയ്യുന്നത്. അതായത് റമ്മിലോ ബ്രാൻഡിയിലോ വോഡ്കയിലോ ഒക്കെ സോക്ക് ചെയ്യാം. അതുപോലെ തന്നെ വൈനിലും നോൺ ആൽക്കഹോളിക് വൈനിലും പിന്നെ ഫ്രൂട്ട് ജ്യൂസസിലും എന്തിന് നമ്മുടെ ടീ ഇല്ലേ, കട്ടൻ കാപ്പിയിൽ വരെ സോക്ക് ചെയ്യാറുണ്ട്. നമ്മളിപ്രാവശ്യം ആൽക്കഹോളിലാണ് സോക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. നമ്മളിപ്പം റമ്മാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഡാർക്കോ വൈറ്റോ ഗോൾഡോ ഏത് വേണേലും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് നട്ട്സ് ഇപ്പോൾ വേണ്ട, നമുക്കതങ്ങ് മാറ്റി വെക്കാം. നമ്മൾ ഫ്രൂട്ട്സ് മാത്രമാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിനായിട്ട് നമ്മളിതിൽ ക്യാൻഡീഡ് ഓറഞ്ച് പീൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ച് നല്ല മധുരമാണ്. പക്ഷേ എനിക്കിന്നത് കിട്ടിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓറഞ്ച് മാർമലേഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജാമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം സോക്ക് ചെയ്യുന്നത്. ഇതെല്ലാം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ ആദ്യത്തെ ഈ ലൈനിലിരിക്കുന്ന ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ അതായത് നമ്മുടെ ബ്ലാക്ക് റേസിൻസും ഈന്തപ്പഴവും സുൽത്താനാസ് ഗോൾഡൻ റേസിൻസും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും. ഇതിത്രയും വലിയ ചിലവില്ലാത്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താൽ മതി ഓരോന്നിൻ്റെയും. അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇത് കൂടാതെ ഞാനിവിടെ ഡ്രൈഡ് ഫിക്സ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ അത്തിപ്പഴം ഉണക്കിയത്. പിന്നെ ഇവിടെ ഡ്രൈഡ് പ്ലംസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മിക്സഡ് ബെറീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ക്രാൻബെറീസ് മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. സാധാരണയായിട്ട് പ്ലം കേക്കിൽ ക്രാൻബെറീസ് ചേർക്കാറുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഗ്ലേസ്ഡ് ചെറീസ്. അപ്പോൾ ഇതും വലിയ ചിലവില്ലാത്തതാണ്. വേണമെന്നുണ്ടെങ്കിലും ഇതും ആഡ് ചെയ്യാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ജിഞ്ചർ ക്യാൻഡി അല്ലെങ്കിൽ കാൻഡീഡ് ജിഞ്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ഇഞ്ചി വിളയിച്ചത്. ഇത് കൂടാതെ ഞാൻ കുറച്ച് പ്രൂൺസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വലിയ പ്ലം ഇല്ലേ, അത് ഉണക്കിയതാണ് പ്രൂൺസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചത് ചെറിയ റെഡ് പ്ലംസ് ഇല്ലേ, അതായിരുന്നു. അപ്പോൾ നമ്മുടെ സോക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാൻഡീഡ് ജിഞ്ചറും കാൻഡീഡ് ഓറഞ്ച് പീലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇഞ്ചി വിളയിച്ചതും ഓറഞ്ച് തൊലി വിളയിച്ചത്. പക്ഷേ എനിക്കിന്ന് ഓറഞ്ച് തൊലി വിളയിച്ചത് കിട്ടിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ കാൻഡീഡ് ജിഞ്ചർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചുക്ക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതുണ്ടെങ്കിലാണ് അത്രയും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ സോക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം സോക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു കറുത്ത മുന്തിരിയുടെ വലുപ്പത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിപ്പോൾ അരിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഗോൾഡൻ റൈസിനിൽ വലിപ്പമുള്ളതൊക്കെ നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ ഈന്തപ്പഴം കുരി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കട്ടിയുള്ള ഈന്തപ്പഴം വേണം എടുക്കാനായിട്ട്, കിമിയ ഡേറ്റ്സ് അല്ല. ചെറിയും അരിയേണ്ട ആവശ്യം വരും. ഈ ബെറീസ് ഒന്നും അരിയേണ്ട ആവശ്യം വരത്തില്ല. ഫിക്സ് എന്തായാലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ ഫിക്സിൻ്റെ കുരി കടിക്കുന്നത് ഇഷ്ടമില്ല എന്നുള്ളവർ ഫിക്സ് ചേർക്കണം, അല്ലെങ്കിൽ അത്തിപ്പഴം ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ പ്ലമ്മിൻ്റെ കുരി കളഞ്ഞിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. അത് കുരി കളഞ്ഞെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. മിക്കവാറും ആരും പ്ലം കേക്കിൽ പ്ലം ചേർക്കാറില്ല. പ്ലം ഇല്ലാത്ത കേക്കിനെയാണ് നമ്മളൊക്കെ കുഞ്ഞിലെ പ്ലം കേക്ക് എന്ന് വിളിച്ചിരുന്നത്. കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഡ്രൈഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും പ്രൂൺസും നമ്മുടെ റേസിൻസിനെയൊക്കെ പ്ലംസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിന് പ്ലം കേക്ക് എന്ന് പേര് കിട്ടിയെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്യാനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 200 ഗ്രാം റേസിൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കറുത്ത മുന്തിരിയാണ് ഗോൾഡൻ റേസിൻസിനെക്കാട്ടിലും കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, മുറിക്കുമ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് ഡാർക്ക് കളറിലാണല്ലോ നമ്മുടെ പ്ലം കേക്ക് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 150 ഗ്രാം ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. കുരി കളഞ്ഞ് അരിഞ്ഞതാണ്. ഇതും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മളിനി 100 ഗ്രാം വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. 100 ഗ്രാം ഗോൾഡൻ റൈസിൻസ് അല്ലെങ്കിൽ സുൽത്താനാസ് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം തന്നെ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ഗ്ലേസ്ഡ് ചെറീസ് ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം മിക്സഡ് ബെറീസ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം 100 ഗ്രാം ക്രാൻബെറി മാത്രം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല.
50 ഗ്രാം മാത്രം ഞാൻ ഫിക്സ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കുരു ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് 50 ഗ്രാം തന്നെ പ്ലം ചേർത്ത് കൊടുക്കുവാണ്. കുരു കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് 50 ഗ്രാം പ്രൂൺസ് ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും, ഒരു കയ്പ്പ് രസം. അപ്പോൾ അതിഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ 50 ഗ്രാം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ 50 ഗ്രാം കാൻഡീഡ് ജിഞ്ചർ അല്ലെങ്കിൽ ഇഞ്ചി വിളയിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. എങ്കിലും ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു കറക്റ്റ് ഫ്ലേവർ. രണ്ടിനും 2 ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഇപ്പം 1 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. അതായത് 1000 ഗ്രാം, അതായത് ഒരു 7 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കാൻഡീഡ് ഓറഞ്ച് പീൽ ചേർത്ത് കൊടുക്കുക. എനിക്ക് കിട്ടിയില്ല, അപ്പോൾ അതിന് വരെ ഞാൻ എന്താണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുള്ളത് കാണാം. ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ഗ്രേറ്റ് ചെയ്തെടുത്തത്. വെള്ളഭാഗം ഇല്ലാതെ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലിപ്പുറം അല്ലെങ്കിൽ ഓറഞ്ച് സെസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഓറഞ്ച് മാർമലേഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ തൊലിയും പൾപ്പും എല്ലാം കൂടെ ജാം പോലെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഓറഞ്ച് ജാം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് പ്രിസർവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ എനിക്ക് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് കിട്ടാത്തതുകൊണ്ടിട്ടാണ് ഞാൻ 1/2 കപ്പോളം ഇത് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് പ്രിസർവ് ചേർത്ത് കൊടുത്താലും മതിയാവും. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്ലം കേക്കിൽ ആപ്രിക്കോട്ട് പ്രിസർവ് ആണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മിക്കവരും ഇതിൽ ഈ സമയത്ത് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പട്ടയും ഗ്രാമ്പും ജാതിക്കയൊക്കെ പൊടിച്ച് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ 1 വർഷമൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്പൈസസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല നമ്മൾ പെട്ടെന്ന് സോക്ക് ചെയ്ത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കേക്ക് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്പൈസസ് ഫ്രഷായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിനി ഇത് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബോട്ടിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രൂൺസ് പോലെ തങ്ങളിൽ ഒട്ടിയിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുപ്പിയിലിട്ട് കുലുക്കിയാൽ പോലും അത് തങ്ങളിൽ ഒട്ടിയേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ കൈവച്ച് തന്നെ കുഴച്ചെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കിലോ വീതമുള്ള 5 റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓരോ കേക്കിലും കുറേശ്ശേ ഡ്രൈ ഫ്രൂട്ട്സേ ചേർക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ 5-ൽ കൂടുതൽ പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിനി സോക്ക് ചെയ്യണം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചൊന്നെങ്കിൽ ആൽക്കഹോളിലോ വൈനിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസിലോ സോക്ക് ചെയ്യാം. നമ്മളിത് സോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അതിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ ഫ്ലേവർ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ജിഞ്ചർ ക്യാൻഡി ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മൊത്തം ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത്. നമ്മൾ എത്ര നാൾ സോക്ക് ചെയ്യുന്നോ അത്രയും നന്നായിരിക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ. നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ കൂടുതലും വരുന്നത് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നാണ്. ഞാനിന്ന് ആൽക്കഹോളിലാണ് സോക്ക് ചെയ്യുന്നത്. 1 കപ്പ് റമ്മാണ് ചേർത്ത് കൊടുക്കുന്നത്. 4:1 റേഷ്യോയിലാണ് സോക്ക് ചെയ്യുന്നത്. അതായത് 1000 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സിന് 250 ml റമ്മാണ് ചേർത്ത് കൊടുക്കുന്നത്. റമ്മിന് പകരം ബ്രാൻഡിയോ വോഡ്കയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു മിനിമം അളവാണ് നമ്മൾ പറയുന്നത്. ചിലരൊക്കെ നെകയ്ക്ക് ആൽക്കഹോൾ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് 1 വീക്ക് മുതൽ 1 വർഷം വരെ വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ചിലരൊക്കെ 2-3 ദിവസത്തിന് ശേഷം കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ 20 ദിവസമൊക്കെ ആകുമ്പോഴാണ് കറക്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നല്ല വൃത്തിയുള്ള പാത്രത്തിൽ നല്ല വൃത്തിയുള്ള സ്പൂൺ വെച്ചൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. മെറ്റലിൻ്റെ കുപ്പിയൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും കഴിവതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുപ്പി നിറയുന്നത് വരെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കരുത്. ഒരു വലിയ കുപ്പി എടുക്കുക. 1/2 മുതൽ 1/4 ഭാഗം വരെ മാത്രമേ നമ്മളിത് നിറയ്ക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എടുത്തിട്ട് ഇത് കുലുക്കി ഒന്ന് മിക്സ് ചെയ്ത് തിരിച്ച് വെക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആൽക്കഹോളൊക്കെ പിടിച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല പ്ലംബപ്പ് ആവും, നല്ല വീർത്ത് വരും. അപ്പോൾ അതിനുള്ള സ്ഥലം കൂടി നമ്മൾ വിട്ടിട്ട് വേണം കുപ്പി നിറയ്ക്കാനായിട്ട്. ഇപ്പോൾ കണ്ടാൽ ഡ്രൈ ആയിട്ടിരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന ആ റമ്മൊക്കെ താഴേക്ക് വന്ന് ഒരു പകുതി വരെയൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എയർ ടൈറ്റ് ആയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമ്മളിത് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നല്ലപോലെ ഒന്ന് കുലുക്കി റമ്മൊക്കെ എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് ചുറ്റിച്ച് എത്തിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്തിരിക്കുന്ന മാത്രം സോഫ്റ്റ് ആയിരിക്കും, മുകളിലുള്ളതൊന്നും സോഫ്റ്റ് ആവാതെയും ഇരിക്കും. അതുപോലെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം റമ്മ അങ്ങ് പിടിച്ചെടുത്ത് ഡ്രൈ ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ റമ്മ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ചൂടടിക്കുമ്പോൾ കുറേയൊക്കെ ആൽക്കഹോൾ കണ്ടൻറ്റ് അങ്ങ് റെഡ്യൂസ് ആവും. മുഴുവനായിട്ടും ഒന്നും പോവില്ല. ഒരു 30 മിനിറ്റൊക്കെ ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 35% മാത്രമേ ബാക്കി കാണത്തുള്ളൂ. ഒരു 2 തൊട്ട് 3 മണിക്കൂർ വരെ ബേക്ക് ചെയ്യുന്ന കേക്കിൽ ഒരു 5 മുതൽ 10% ആൽക്കഹോൾ കണ്ടൻറ്റേ ബാക്കി വരത്തുള്ളൂ. പക്ഷേ മുഴുവനായിട്ടും പോകില്ല. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്ലം കേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസിൽ.
പക്ഷേ അപ്പോൾ ഒരുപാട് നാളൊന്നും നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റില്ല. ഓവർനൈറ്റ് മാത്രം പുറത്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം 3 ദിവസം നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ഒന്നും നമ്മുടെ ഫ്രൂട്ട്സ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് പ്ലം കേക്ക് രുചികരമായിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അത് ആൽക്കഹോളിൽ സോക്ക് ചെയ്തത്, ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തത്, ഏത് കേക്കിന് വേണേലും ആ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ആ വീഡിയോയുടെ മുന്നിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ എങ്ങനെയാണ് സോക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് അല്ലെങ്കിൽ കഴിക്കേണ്ട ദിവസമല്ല പ്ലം കേക്ക് ഉണ്ടാക്കേണ്ടത്. ഒരാഴ്ച മുന്നേ എങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലാണ് കറക്റ്റ് നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അന്ന് തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും തോന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും വെച്ചതിന് ശേഷം വേണം നമ്മൾ പ്ലം കേക്ക് കഴിക്കാനായിട്ട്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3-4 ആഴ്ച മുന്നേ കേക്ക് ഉണ്ടാക്കിയിട്ട് ഓരോ ആഴ്ചയിലും 2 തവണയെങ്കിലും അതിൽ റമ്മ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കും. ചെറുതായിട്ട് സ്ക്യൂർ വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആൽക്കഹോൾ വേണ്ടാന്നുള്ളവർക്ക് ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട് ബ്രഷ് ചെയ്യാം. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞാലേ കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ പ്ലം കേക്കിന് കിട്ടത്തുള്ളൂ. അങ്ങനെ ഫീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ മെച്യൂർ ചെയ്യുക അല്ലെങ്കിൽ ഏജ്ഡ് കേക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആൽക്കഹോൾ വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നത് നല്ല മോയിസ്റ്റ് ആവാൻ വേണ്ടി മാത്രമല്ല, പണ്ടൊക്കെ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ദിവസമൊക്കെ ആകുമ്പോൾ അതാ നല്ല വീർത്ത് കുറേയൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ കൂടി നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ല മണവുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ പ്ലം കേക്ക് റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.